നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ കെപിസിസി നേതൃയോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരും. ഭാരവാഹികൾക്ക് പുറമെ എംപിമാരും എംഎൽഎമാരും പങ്കെടുക്കും. കെപിസിസി പുനഃസംഘടനയും ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ നിയമനങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കും. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുനഃസംഘടനയുടെ കാര്യത്തിൽ തർക്കങ്ങളില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നേതൃത്വത്തിനുണ്ടോ MG പ്രതീഷ്? അർജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിനും സർക്കാർ രൂപീകരണത്തിനും ശേഷമുള്ള KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും സംയുക്ത യോഗമാണ് ഇന്ന് KPCCയിൽ നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദമൊക്കെ തന്നെ ഉണ്ടെങ്കിലും സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതായിരിക്കും പ്രധാനമായും ഇന്നത്തെ യോഗത്തിന് ഊന്നൽ നൽകുന്നത്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന് സണ്ണി ജോസഫ് AICCക്ക് കത്ത് നൽകിയിരുന്നു. അക്കാര്യത്തിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. KPCCയിലെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ മൊത്തത്തിലുള്ളൊരു പുനഃസംഘടന കൂടി പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ന് ചേരുന്ന യോഗത്തിൽ MLA-മാരും എംപിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. ഏത് തരത്തിൽ അത്തരത്തിൽ മാറ്റം വേണം, അങ്ങനെയെങ്കിൽ KPCC വൈസ് പ്രസിഡന്റുമാരും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പുതിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയായിരിക്കും ആ പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ ചർച്ച ഇന്ന് നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിയമസഭയിൽ വ്യക്തമാണ്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.